പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. പേജ് നമ്പർ 11 എടുക്കുക. അതിൽ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്, ഒന്നിലധികം ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിങ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഈ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരുന്നത് എല്ലാം പരീക്ഷാ ചോദ്യങ്ങളാണ്. മുൻപുള്ള ക്ലാസ്സിൽ കുറച്ച് ഇൻട്രഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാം പാർട്ടിൽ പഠിച്ച് വെച്ച് നമുക്ക് അടിസ്ഥാനം കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി പറയാൻ പോണത് മുഴുവൻ പരീക്ഷാ ചോദ്യങ്ങളാണ്. അതായത് ഈ തുടങ്ങുന്ന ഈ കോമ്പൗണ്ട് പോലും പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ട് ഇതിൻ്റെ പേരെഴുതുക. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട്, അങ്ങനെ ചോദിക്കാവുന്ന ചോദ്യമാണ് ഒന്നാമത് പറയുന്നത് തൊട്ട്. അങ്ങനെ ഇത് ഈ വീഡിയോ തീരുന്നിടം വരെ നിരവധി ക്വസ്റ്റ്യൻസ് പറയുന്നതായിരിക്കും. വളരെ സിമ്പിൾ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ പേര് എഴുതി ഫുൾ മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്റ്റെപ്സ് തെറ്റിക്കാൻ പാടില്ല. സിമ്പിൾ സ്റ്റെപ്പാണ്, ശ്രദ്ധയോടെ ചെയ്യണം മാത്രം. അപ്പോൾ സ്റ്റെപ്പ് എപ്പോഴും പഠിച്ചത് തന്നെ. നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ഈ കോമ്പൗണ്ടിൽ ലോങ് ചെയിൻ ഏതാണ്? ആ ലോങ് ചെയിനിൽ 2 ലോക്കറ്റ് വന്നിരിക്കുന്നത് പോലെ, നമ്മളൊരു മാല, അതാണ് ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ, ഏറ്റവും നീളമുള്ള ചെയിൻ കണ്ടുപിടിക്കുന്നു. അതിൽ ഈ പ്രാവശ്യം ചില മാലകളിലൊക്കെ 2 ലോക്കറ്റ് ഇല്ലേ, അതുപോലെ 2 ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പോൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. ഈ നല്ല നേരെ പോയിട്ടുണ്ട് ലോങ് ചെയിൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് ലോങ് ചെയിൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്പറിംഗ് ആണ്. നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, ഇതാണ് ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 കാർബൺ ആറ്റത്തെ. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ കാർബൺ ആറ്റത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ ആറ്റത്തിലും ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചുള്ള കാർബൺ ആറ്റങ്ങൾക്ക് ചെറിയ നമ്പർ കിട്ടണം. ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഏത് സൈഡിൽ നിന്ന് വേണമെന്ന് തീരുമാനിക്കണം. അത് ഞാൻ എളുപ്പത്തിൽ പറയുകയാണ്. നമ്മളിങ്ങനെ നോക്കിക്കേ, ഏത് വശത്തോട് ചേർന്നാണ് ഈ ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്ക് നോക്കിയാലും കാണാം ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത് ഈ സൈഡോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് ചെയ്യുന്നതാണ് ചെറിയ നമ്പർ കിട്ടാൻ ഒരു എളുപ്പപ്പണി. ഇനി നമ്മൾ നമ്പർ അങ്ങനെ ഏത് സൈഡാണെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെൻസിൽ വെച്ച് 2 മാർക്കിങ്ങും നടത്തുക. അതായത് ഈ കാർബൺ 1, ഇതിന് 2, ഇതിന് 3, ഇതിന് 4, ഇതിന് 5, ഇതിന് 6 വരെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പം നമ്മുടെ ബ്രാഞ്ചുള്ള കാർബൺ ആറ്റത്തിന് ഇതിന് 2 അല്ലേ, അപ്പോൾ ആ 2 നമ്മൾ ഈ സൈഡിൽ എഴുതി നോക്കുന്നു. ഇതിന് 4 വന്നിരിക്കുന്നത്. അങ്ങനെ 2ഉം 4ഉം നമ്മൾ ഒരു സൈഡിലേക്ക് എഴുതണം. അതിനുശേഷം നമ്മൾ ഈ കാർബൺ ആറ്റങ്ങൾക്ക് പെൻസിൽ വെച്ച് വേണം, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി പോവും. നോക്കിക്കേ, ഈ 3ൻ്റെയൊക്കെ എടുത്തുകൊണ്ട് 1 ഇട്ട് കഴിഞ്ഞാൽ മിക്സായി പോകും. അപ്പോൾ എഴുതി തന്നെ നോക്കണം. 1, 2, 3, 4, 5, 6 ഈ സൈഡിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന് 3 5 വന്നു. അങ്ങനെ അതും കൂടി ഒന്ന് എഴുതുകയാണ്. എന്നിട്ട് 2 നമ്മൾ കൂട്ടി ഉത്തരം എഴുതി. ഇത് 4 2 6, ഇത് 5 3 8. അതായത് ഇതാണ് ചെറിയത് എന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. അപ്പം നമ്പറിങ് ശരി, നമ്മൾ ഈ സൈഡിൽ നിന്നും നമ്പർ ചെയ്തതാണ്. അപ്പം ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്തതാണ് ശരി. അപ്പോൾ നമ്മുടെ പഴയ ഫോർമുല തന്നെ തൊട്ടടുത്ത പേജിൽ നമുക്കുണ്ടായിരുന്ന മഞ്ഞ നിറത്തിലുള്ളത്, അപ്പോൾ ആ പേജും കൂടെ എപ്പോഴും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ടീച്ചർ എഴുതിയിട്ടുണ്ട്. ആ ഒരു മഞ്ഞ നിറത്തിൽ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഫോർമുല ഫോളോ ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഈ പ്രാവശ്യം നമ്മളുടെ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് അത് 2ഉം 4ഉം. കോമയിട്ട് 2,4 എന്ന് എഴുതുന്നു. ഇനി ഹൈഫൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഫൻ ഇടുന്നു. ഒന്നും നമ്മൾ തെറ്റിക്കണ്ട, അതേപടി എഴുതണം. ഇവിടെ 2 ബ്രാഞ്ചുകൾ ഉണ്ട്. ഒരു കാർബൺ ആറ്റമുള്ള മീഥൈൽ ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ YL ചേർത്ത് മീഥൈൽ ബ്രാഞ്ച്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ 2 ബ്രാഞ്ച് ആയതുകൊണ്ട് ആ 2 എന്ന് സൂചിപ്പിക്കുന്നതിന് ഒരു ഡൈ എന്ന വാക്ക് കൂടി എഴുതണം. അപ്പോൾ ആ 2 നമ്പർ ഇടുന്നു. വെറും മീഥൈൽ ഒരെണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കൂലേ, അതുകൊണ്ട് ഡൈമീഥൈൽ. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേരും ഉണ്ടോ, നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പും കഴിഞ്ഞു. ഇനി വേഡ് റൂട്ട്, ഇത്
മെയിൻ ചെയിനിൽ ഇട്ട നമ്പർ 6 എന്നായിരുന്നു. അപ്പോൾ വേഡ് റൂട്ട് 6ൻ്റെ വേഡ് റൂട്ട് നമ്മളൊരു ചാർട്ടായിട്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹെക്സ് എന്നാണ്. എല്ലാത്തിലും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു ചെറിയ പേരാ. വായിക്കുന്നത് ഇങ്ങനെയാണ്: 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ. വായിക്കാൻ കൂടി ഒന്ന് പഠിച്ചു. ഇത് കാണുമ്പോഴേ നമുക്ക് ഹെക്സൈൻ എന്ന് പറയുന്ന 6 കാർബൺ ആറ്റം ഉള്ളതിൽ രണ്ടാമത്തെ പൊസിഷനിലും 4ാമത്തെ കാർബൺ ആറ്റത്തിലും 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും ആ പേര് കാണുമ്പോഴേ പറ്റും. അടുത്ത കോമ്പൗണ്ട് ചെയ്യാം. അതും പരീക്ഷാ ചോദ്യമാണ്. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം ഒരേപോലെയുള്ള ബ്രാഞ്ച് വന്നാൽ, 2 എണ്ണം വന്നാൽ ഡൈ, 3 എണ്ണം വന്നാൽ ട്രൈ എന്നും 4 എണ്ണം വന്നാൽ ടെട്ര എന്ന് നിങ്ങൾ ചേർത്തോണം എന്നൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നമ്പർ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എഴുതിയിട്ട് ഇവിടെ 2 എണ്ണം ഇപ്പം നമ്മൾ ഡൈ എന്ന് എഴുതിയില്ലേ, ഇനി പേടിക്കാനില്ലെന്നേ. 3 ബ്രാഞ്ചുങ്ങാനും വന്നെങ്കിൽ ട്രൈ മീഥൈൽ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതും നമ്മൾ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതും നമുക്ക് പുസ്തകത്തിലുള്ളത് കൊണ്ട് പരീക്ഷാ ചോദ്യമാണ്. അടുത്ത പരീക്ഷാ ചോദ്യമാണ് ഇനി നമ്മൾ കാണുന്നത്. അതിതാണ്. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും പറയുന്നത് പോലെ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. രണ്ടാമത് നമ്പറിങ്. എല്ലാത്തിനും ഒരു ചിട്ടയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ ചെയ്യേണ്ടത്. നോക്കിക്കേ, ഈ കോമ്പൗണ്ടിൻ്റെ ലോങ് ചെയിൻ കണ്ടുപിടിക്കുകയാണ്. നോക്കിയപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നത് ഇതാണ് ലോങ് ചെയിൻ. ആ ലോങ് ചെയിനിൽ 2 ബ്രാഞ്ചുകൾ. അപ്പോൾ അത് നമ്മൾക്കിങ്ങനെ നോക്കി, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി തിരിച്ചറിയാൻ പറ്റണം ലോങ് ചെയിൻ ഏത്. ഓക്കെ, ഇതാണ് ലോങ് ചെയിൻ. അപ്പോൾ ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പറിങ് ആണ്. നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന അതാത് കാർബൺ ആറ്റങ്ങൾക്ക് ചെറിയ നമ്പർ കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഒരു എളുപ്പപ്പണി പറഞ്ഞായിരുന്നു. നമ്മൾ ഏത് സൈഡിലേക്കാണ് ആ ബ്രാഞ്ച് വന്നിരിക്കുന്നത് ആ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നോക്കിയപ്പം ഈ സൈഡിൽ നിന്ന് പോലെ തോന്നി. അതുകൊണ്ട് എനിക്കൊരു ഊഹമുണ്ട്, നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമായിരിക്കും നല്ലത്. എന്നാലും അവർ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതൊന്നും നോക്കാം. 1, 2, 3 ഇതുണ്ട്. ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന് 3 വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നപ്പോൾ 3ഉം 6ഉമാണ് വന്നിരിക്കുന്നത്. 3 + 6 നമ്മളത് ചെക്ക് ചെയ്യണ്ടേ. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് താഴെ നിന്നൊന്ന് നോക്കുവാണ്. 1 ഇവിടെ വന്നപ്പോൾ 2ഉം ആ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇത് 5ഉമാണ്. കണ്ടോ, ശരിയല്ലേ? ആ ഈ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2ലും 5ലുമാണ് ബ്രാഞ്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൂടി ഒന്ന് എഴുതി നോക്കാം. അത് നമ്മൾ കൃത്യം അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇവിടെ 6, 3, 9 എന്നും ഇത് 5, 2, 7 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇതാണ് എടുക്കേണ്ടത്. ഇത് പെൻസിൽ കൊണ്ട് നിങ്ങൾ എഴുതാവൂ, കാരണം അത് മായ്ച്ച് കളയേണ്ടതാണ്. അത് തെറ്റല്ലേ? ഈ മുകളിൽ എഴുതിയത് തെറ്റാണ്. അപ്പോൾ എല്ലായിടത്തും കുത്തി വരച്ച് നമ്പർ ഇട്ട് വെക്കരുത്. അത് മായ്ച്ച് കളയണം. ശരിയായിട്ടുള്ളത് മാത്രം അവിടെ അവശേഷിപ്പിക്കണം. ഇനി നമുക്ക് സാധാരണ പോലെ നമ്മുടെ നിയമം അനുസരിച്ച് നമ്മൾ സുന്ദരമായിട്ട് എളുപ്പത്തിൽ പേരെഴുതുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫോർമുലയുണ്ട്. പേരെഴുതുന്നതിനുള്ള ഫോർമുല നമ്മൾ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് 2ഉം 5ഉമാണ്. അപ്പോൾ നമ്മൾ 2,5 അത് കഴിഞ്ഞാൽ ഹൈഫൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഫൻ എന്ന് പറഞ്ഞ ഒരു വരയാണ്. അത് 2 മീഥൈൽ ഗ്രൂപ്പാണ്. ഒരു കാർബൺ വരുന്ന CH3 ഗ്രൂപ്പുകളെ മീഥൈൽ എന്നാണ് പറയുന്നത്. 2 എണ്ണം ഒന്നുകൊണ്ട് സൂചിപ്പിക്കാൻ മറക്കാതെ ഡൈ എന്നിടണം. ഡൈമീഥൈൽ എന്നെഴുതി അതിൻ്റെ പേര്, അടുത്തത് അതിൻ്റെ പേരും എഴുതി. വേഡ് റൂട്ടാണ് ഇനി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ 7 എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ 7ആണ്. ഹെപ്റ്റ് എന്നെഴുതി. അതിൻ്റെ അറ്റത്ത് സഫിക്സ് ആയിട്ട് ഏറ്റവും വാലായി ചേർക്കുന്നതിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. അത് ഹെപ്റ്റെയിൻ. 1 മാർക്ക് പോലും പോയില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. പേരെഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ആദ്യത്തെ 2 സ്റ്റെപ്പായ ലോങ് ചെയിൻ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ ലോങ് ചെയിനിൽ എത്ര ആറ്റം ഉണ്ടായിരുന്നു? 7. ശരിയല്ലേ? നമ്മൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചിട്ട് 1, 2, 3, 4, 5, 6, 7 ഏത് സൈഡിൽ നിന്നാലും 7ആണ്. ബ്രാഞ്ച് എത്രയുണ്ട്? 2.
എന്തായിരുന്നു ബ്രാഞ്ചുകൾ? മീഥൈൽ ഗ്രൂപ്പായിരുന്നു ബ്രാഞ്ചുകൾ. അങ്ങനെ ബ്രാഞ്ചുകളുടെ കറക്റ്റ് നമ്പർ കൊടുത്ത് പേര് കൂടിയാണ് നമ്മളോട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്റ്റെപ്പുകൾ. ഇത്രയും സ്റ്റെപ്പുകളാണ് ടീച്ചർ ടിക്ക് ഇട്ടിരിക്കുന്ന. എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു, എത്ര ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ബ്രാഞ്ചിൻ്റെ പേരെന്ത്, അങ്ങനെ കറക്റ്റ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2ഉം 5ഉമായിരുന്നു. ഇനി കറക്റ്റ് പേരെന്ത്? ഇത്രയും ഒറ്റ മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കും. അടുത്ത പേജ് 12 നമ്മൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാമോ എന്ന രീതിയിൽ ഒരു ചോദ്യം കൂടി തന്നിട്ടുണ്ട്. ഇതും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതിൽ ചോദ്യം വരുന്നത് പോലും എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. കണ്ടോ, IUPAC നെയിം. ചില IUPAC എന്നൊക്കെ പറയും. എന്തായാലും വേണ്ട IUPAC എന്നോ IUPAC എന്നോ എന്ത് പറഞ്ഞാലും വേണ്ട ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതുക എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ നിയമം വളരെ ശാന്തമായിട്ട് ചെയ്യുന്നു. ആദ്യം ലോങ് ചെയിൻ കണ്ടുപിടിക്കുന്നു. നോക്കിയപ്പോൾ നല്ലൊരു ലോങ് ചെയിൻ നമുക്ക് കിട്ടി. ആ ലോങ് ചെയിൻ കണ്ടുപിടിച്ചാൽ അടുത്തതായിട്ട് നമ്പർ കൊടുക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ നമ്പർ ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും സൈഡിലാണോ ബ്രാഞ്ച് വന്നിരിക്കുന്നത്? അല്ല, കൃത്യമായിട്ട് ഒരു സിമിട്രിയിലാണ്. ഇവിടെ ഒരെണ്ണം കഴിഞ്ഞപ്പം ബ്രാഞ്ച് വന്നു, ഇവിടെ ഒരെണ്ണം കഴിഞ്ഞപ്പം ബ്രാഞ്ച് വന്നു. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ബ്രാഞ്ച് കൊടുത്താലും നമ്പർ കൊടുത്താലും ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുത്താലും ഒരേപോലെ വരികയുള്ളൂ. അപ്പോൾ ലോങ് ചെയിൻ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്പർ കൊടുത്തു. ഞാൻ നമ്പർ കൊടുക്കുകയാണ്. 1 2 3 4 5 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒന്ന് എഴുതി വെച്ചു ഏതൊക്കെയാണ് ആ ബ്രാഞ്ചിൻ്റെ ഇപ്പോൾ പൊസിഷന്. 2 എന്ന കാർബണാറ്റത്തിലും 4 എന്ന കാർബണാറ്റത്തിലുമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് കൊടുത്തായിരുന്നെങ്കിലും 1 2 കണ്ടോ, 2 തന്നെ അവിടെ വന്നു. 3 4 തന്നെ ഇവിടെ വന്നു. 2 സൈഡിൽ നിന്നാകുമ്പോഴും ഇത് തന്നെയാണ്. ഇനി അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ നെയിമിങ് തുടങ്ങാം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2,4 ഹൈഫൻ ഇടാൻ മറക്കരുത്. 2 ബ്രാഞ്ചുകൾ ഉള്ളതുകൊണ്ട്, ഒരേപോലെയുള്ള 2 ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ഡൈമീഥൈൽ എന്ന് കൊടുത്തു. ഡൈമീഥൈൽ. ഇനി നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് മെയിൻ ചെയിനിലെ നോക്കിയിട്ട് വേഡ് റൂട്ടാണ് എഴുതേണ്ടത്. വേഡ് റൂട്ട് പെൻഡാണ്. 5 കാർബണാറ്റം കണ്ടതോടെ പെൻഡ് ANE. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ അതിൻ്റെ പേര് കൊടുക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ഒറ്റ മാർക്ക് ചോദിക്കാവുന്നത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് കാർബൺ ഇൻ ദി ലോങ് ചെയിൻ 5. അതുകൂടാതെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2. ബ്രാഞ്ചസിൻ്റെ നമ്പർ 2 and 4. ബ്രാഞ്ചിൻ്റെ പേര് മീഥൈൽ എന്നാണ് ബ്രാഞ്ചിൻ്റെ പേര്. ഇത്രയും ഒറ്റ മാർക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തതായി നമ്മൾ 3 ബ്രാഞ്ചുള്ള ഒരു കോമ്പൗണ്ട് നെയിം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പുസ്തകത്തിലും നമുക്ക് എളുപ്പപ്പണി പറഞ്ഞു ഇതിന് കൂട്ടാനൊന്നും പോകണ്ട. വളരെ ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ ഒത്തിരി ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എളുപ്പപ്പണി പറഞ്ഞു തന്നു. ടീച്ചർ ഒരു എളുപ്പപ്പണി പറഞ്ഞു തന്നു. ഏത് സൈഡിലാണോ കൂടുതൽ ബ്രാഞ്ച് അവിടുന്ന് നമ്പർ ചെയ്താൽ പുസ്തകവും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. സെക്കൻഡ് കാർബണാറ്റത്തിന് സെക്കൻഡ് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിൽ ചെയ്യുക. അതൊരു ടിപ്പ് അവർ പറഞ്ഞു തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 3 ബ്രാഞ്ചുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പതിവ് പോലെ എണ്ണി ഓർത്തോണം. ലോങ് ചെയിൻ, സെക്കൻഡ് നമ്പറിങ്. ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. ഇതാണ് ലോങ് ചെയിൻ. അതിൽ 3 ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. 6 കാർബണാറ്റം ഉണ്ടെന്നൊക്കെ മനസ്സിലായി. വെറുതെ എണ്ണി നോക്കിയേക്കുക. അപ്പോൾ 6 കാർബണാറ്റം. നമ്പർ ഇട്ടിട്ടില്ല കേട്ടോ, പുസ്തകത്തിലാണ് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളാണ് ഇനി നമ്പർ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്പർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ബ്രാഞ്ച് ഈ സൈഡിനോട് ചേർന്നാണ്. നമ്മൾ നമ്പർ ഇട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ കാർബണാറ്റത്തിന് 1, ഇതിന് 2, ഇതിന് 3 കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാർബണാറ്റത്തിന് 3 കൊടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടാനൊന്നും പോവണ്ട, നമുക്ക് പിടികിട്ടി. ഇതിന് 3 കിട്ടും. ഈ കാർബണാറ്റത്തിന്, ബ്രാഞ്ചുള്ള കാർബണാറ്റത്തിന് 3 കിട്ടും. ഈ സൈഡിൽ നിന്നാണ് 1 2 3, ഇതിന് 4 പോവും. അപ്പോൾ നല്ല നമ്പറിങ്. അത് ടീച്ചർ ഒന്നുകൂടെ ഡാർക്ക് ആക്കുകയാണ്. ഇതാണ് നല്ല നമ്പറിങ്. അപ്പോൾ നമുക്ക് മറ്റേ നമ്പറിങ് മായ്ച്ച് കളയേണ്ടതുണ്ട്. ടീച്ചർ 2 ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക്
എവിടെയാണോ കൂടുതൽ ബ്രാഞ്ചുകളൊക്കെ ഉള്ള ഒരു സൈഡായിട്ട് നമ്മൾ തോന്നുന്നത് അവിടുന്ന് നമുക്ക് നമ്പറിങ് തുടങ്ങാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ സെക്കൻഡ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് എണ്ണുമ്പോൾ നോക്കുക. അപ്പോൾ ഈ സ്ഥലത്ത് നിന്നിയ 4 കിട്ടുന്നത്, ഈ വശത്ത് നിന്നിയ 3 കിട്ടുന്നത്. അപ്പം നമ്മൾ ഇതാണ് കറക്റ്റായിട്ടുള്ളത് എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ നെയിമിങ് വളരെ ഈസിയാണ്. നമ്മുടെ ആ റൂൾ അനുസരിച്ച് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2, 3, 5. അപ്പം 2 എഴുതണം, മറക്കരുത്. എല്ലാ നമ്പരും എഴുതിക്കോണം. ഒരു നമ്പർ ആടിപ്പോയാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാർക്ക് അതിലേ പോകും. 3 നമ്പരും എഴുതി 3 ബ്രാഞ്ച് ഒരുപോലെയാണ്. 3 മീതയിൽ എന്ന് സൂചിപ്പിക്കാൻ 3 എന്ന് സൂചിപ്പിക്കാൻ ട്രൈ നാട്ടോ എഴുതുന്നത്. ട്രൈ മീതയിൽ, അതാണ് നിയമം, ട്രൈ മീതയിൽ. ഇനി നമുക്ക് വേഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ലോങ് ചെയിനിൽ 6 ഉണ്ടായിരുന്നു. ഹെക്സ് എന്നാണ് ആ വാക്കിന് വേഡ് റൂട്ടും അതിനുശേഷം ഏറ്റവും അവസാനം ചേർക്കേണ്ട ANE എന്ന സഫിക്സും. ടീച്ചർ എപ്പോഴും പറഞ്ഞു തന്നു, നമുക്ക് ഒറ്റ മാർക്കിനുള്ള ചോദ്യങ്ങളും അതിൽ നിന്ന് വരാം. നെയിം എഴുതുന്നത് നേരെ ചോദിക്കുമല്ല, ഒറ്റ വാക്ക്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? 6. എത്ര ബ്രാഞ്ച് ഉണ്ടായിരുന്നു? 3. ആ ബ്രാഞ്ചിൻ്റെ പേരെന്തായിരുന്നു? മീഥയിൽ. അതിൻ്റെ പൊസിഷനുകൾ ഏതൊക്കെ ആയിരുന്നു? ഇപ്പം 2, 3, 5 എന്നത് ചോദിച്ചാൽ കൊടുക്കണം. അപ്പോൾ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2, 3, 5. ഇനി കറക്റ്റ് പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് ചോദിച്ചു. 2, 3, 5 നമ്മൾ എടുത്തു. അതിനുശേഷം അതിൻ്റെ IUPAC നെയിം. അപ്പോൾ അതിന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അടുത്ത കോമ്പൗണ്ടിലേക്ക് നമുക്ക് എല്ലാ കാലത്തും ചോദിച്ചേക്കുന്ന, പുസ്തകമൊക്കെ മാറിയെങ്കിലും ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിലും ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു കോമ്പൗണ്ടാണ് ഇതിൻ്റെ നെയിമിങ്. അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചോ. ഇവിടെ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ലോങ് ചെയിൻ കണ്ടുപിടിക്കുക. ഒരു നിയമവും മാറരുത്, നിയമം ഒരേപോലെ. ലോങ് ചെയിൻ നോക്കുമ്പോൾ ഇങ്ങനെ പൂ പോലെ ഇരിക്കുന്ന ലോങ് ചെയിൻ കാണുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നോക്കിക്കേ, 1 ഒരു കാർബൺ, 2, 3 നല്ല നേരെയുള്ള ഒരു ചെയിനും അതിലെ നടുക്കിൽ വന്നിരിക്കുന്ന കാർബൺ ആറ്റത്തിൽ മുകളിലേക്കൊരു ബ്രാഞ്ച്, താഴേക്കൊരു ബ്രാഞ്ച്, അങ്ങനെ കാണാനുള്ള ബുദ്ധി നമുക്ക് വേണം. അപ്പം നമ്മൾ ലോങ് ചെയിൻ കണ്ടുപിടിച്ചു. അടുത്തത് നമ്പറിങ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന നടുക്കത്തെ കാർബൺ ആറ്റം. ഇവിടുന്ന് 1, 2, 3 എന്ന് കൊടുത്താലും ഇവിടുന്ന് 1, 2 എന്ന് കൊടുത്താലും 2 എന്നല്ലേ കിട്ടുക. അപ്പോൾ 2 തന്നെ 2 ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് വളരെ ശ്രദ്ധിക്കണം. മാർക്ക് ഫുൾ വേണമെന്നുണ്ടെങ്കിൽ 2 തന്നെ 2 ബ്രാഞ്ച് ആണെങ്കിൽ 2,2 എന്ന് എഴുതണം. 2 പ്രാവശ്യം എഴുതണം. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട്, ടീച്ചർ മറന്നുപോയല്ലോ, 2 ഉണ്ടെങ്കിൽ ഡൈമീഥൈൽ എന്ന് കൊടുക്കണം. വെറും മീഥൈൽ എന്ന് കൊടുക്കരുത്, ഡൈമീഥൈൽ. 3 ആണെങ്കിൽ വേഡ് റൂട്ട് പ്രൊപ്പ എന്നാണ് അതിൻ്റെ സഫിക്സ് അറ്റത്ത് ചേർക്കേണ്ടത്. പ്രൊപ്പൈൻ, വേഡ് റൂട്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും കൃത്യമായിട്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ ചോദ്യമാണ്, നോക്കി വെച്ചോണം. അതിൻ്റെ ഒറ്റമാർക്ക് ചോദിച്ചാലോ, നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി മെയിൻ ചെയിനിൽ എത്രയുണ്ട്? 3. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2. ബ്രാഞ്ചിൻ്റെ നമ്പർ ഏതാണ്? 2,2. അതിൻ്റെ പേരെന്താണ്? 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. അടുത്ത പേജ് നമ്പർ 13 പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതേ കാര്യത്തെക്കുറിച്ചുള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തുടങ്ങുവാണ്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ചൊന്ന് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതേപടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ. ഇത്രയും നാൾ നമുക്ക് സ്ട്രക്ചർ തന്നിട്ട് പേരെഴുതാനായിരുന്നു. ഇത് പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാനാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈസി ആയിട്ടും വേഗത്തിലും പേരെഴുതുക എന്നല്ലേ നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി ടീച്ചർ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ 3 സ്റ്റെപ്സ് നിങ്ങൾക്കും തരുക. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് പകച്ചിരിക്കുമല്ല, ഓരോ സ്റ്റെപ്പും അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി പേര് കാണുന്നു, പേര് കണ്ടുകൊണ്ട് നമ്മളൊരു ആ പേര് വെച്ചുകൊണ്ട് ആ പേരിലെ ലോങ് കാർബൺ ചെയിൻ ഉണ്ടാക്കുന്നു.
അപ്പോൾ ഇത് പെൻഡെയിൻ എന്ന് കണ്ടതുകൊണ്ട് അതുകൊണ്ട് ടീച്ചർ അത് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ഈ നിയമം അനുസരിച്ചാണ് ടീച്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ പേര് നമ്മളിവിടെ കണ്ടു, 2,3 ഡൈമീഥൈൽ പെൻഡെയിൻ. അതിൻ്റെ ഒന്ന് വലിപ്പത്തിലൂടെ ടീച്ചർ എഴുതിയിട്ട് പ്രത്യേകം ചെയ്യാം. ഫസ്റ്റ് ലോങ് കാർബൺ ചെയിൻ ഉണ്ടാക്കുക. നോക്കിക്കഴിഞ്ഞപ്പോൾ ലോങ് കാർബൺ ചെയിൻ്റെ ഭാഗം ഈ ലാസ്റ്റാണ് കിടക്കുന്നത്. പെൻഡ് എന്ന് പറഞ്ഞാൽ 5 എന്ന് സൂചിപ്പിക്കുന്നതാണ്. 5 എണ്ണത്തിൻ്റെ ഒരു കാർബൺ ചെയിൻ, 5 എണ്ണം, 3, 4, 5, ആർക്കും ഒരു സ്പീഡ് കുറവ് വന്നില്ല. 5 കാർബൺ ഉള്ള ചെയിനാണ്. ആ ചെയിനിൽ ഇവിടെ സഫിക്സ് നോക്കി ANE നോക്കിയാൽ നമ്മൾ അവയ്ക്കിടയിൽ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ സിംഗിൾ ബോണ്ട് കൊടുക്കുന്നതിന് ടീച്ചർ 2 എണ്ണത്തിന് കൃത്യം നടുക്കല്ല കൊടുക്കുന്നത്, ഈ മുമ്പിൽ വരുന്നതിൻ്റെ തൊട്ട് പുറം ഇവിടെ ഇച്ചിരി സ്ഥലം വിടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ടീച്ചർ ഇപ്പോൾ പറയുവേ, നിങ്ങളും അതൊന്ന് കേട്ടിട്ട് കൊടുത്താലും മതി. എന്നാലും 2ാമത് ബോണ്ട് കൊടുക്കണം. അടുത്തത് അതിലേക്ക് ബ്രാഞ്ച് അറ്റാച്ച് ചെയ്യണം. നോക്കിയപ്പോൾ 2ലും 3ലും ബ്രാഞ്ച് താഴേക്കോ മുകളിലേക്കോ കൊടുക്കാം കേട്ടോ. ഒരെണ്ണം താഴേക്കും ഒരെണ്ണം മുകളിലേക്കും കൊടുത്താലും വേണ്ടില്ല, 2ലായിരിക്കും കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ നല്ല പഠിക്കാനിരിക്കുന്നുണ്ട്, എല്ലാ സംശയമാണ്. താഴേക്ക് കൊടുക്കാമോ ടീച്ചറെ, മുകളിലേക്ക് കൊടുക്കാമോ ടീച്ചറെ എന്നൊക്കെ. താഴേക്കോ മുകളിലേക്കോ കൊടുക്കാം, പക്ഷേ 2ലായിരിക്കും കൊടുക്കേണ്ടത്. അവിടെ മീഥൈൽ എന്ന് വന്നേക്കുന്നത് കൊണ്ട് അത് CH3 എന്ന ഒരു കാർബണുള്ള ബ്രാഞ്ചാണ്. അടുത്തത് 3ലാണ്. ഇഷ്ടമുള്ളവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ മുകളിലേക്ക് ബ്രാഞ്ച് വരയ്ക്കാം. ടീച്ചർ ഇപ്പോൾ താഴെയ സ്ഥലം, അതുകൊണ്ട് താഴേക്ക് ബ്രാഞ്ച് വരച്ചു. കണ്ടോ? അപ്പോൾ അങ്ങനെ 2 ബ്രാഞ്ചും കൃത്യമായിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കുക, ഒരു കാർബൺ ആറ്റത്തിൻ്റെ എപ്പോഴും ഉള്ള പ്രത്യേകത, അതിന് വാലൻസി എന്ന് പറയുന്നത് 4ആണ്. കാർബണിൻ്റെ എൻ്റെ കൂടെ പറഞ്ഞു പഠിക്കുക, വാലൻസി 4ആണ്. അത് കിട്ടാൻ വേണ്ടി ഒരു കാർബണിൻ്റെ കൂടെ എപ്പോഴും ബോണ്ടും ഹൈഡ്രജനും കൂടി 4 വേണം. എങ്ങനെയാണ്? ബോണ്ടും ഹൈഡ്രജനും കൂടി 4. അപ്പോൾ അതാണ് അതിൻ്റെ കൃത്യമായ ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഹൈഡ്രജൻ ഇട്ട് വെച്ചു, അയ്യോ 2ആണെന്നാണ് ഞാൻ ഓർത്തത്, അല്ല 3ആണെന്നാണ് ഞാൻ ഓർത്തത് എന്നെല്ലാം പറഞ്ഞത് വെട്ടി കുത്തിയല്ല എഴുതുന്നത്. വളരെ കൃത്യതയോടെ എഴുതാൻ, ഒരു കാർബണിൻ്റെ കൂടെ ബോണ്ടും ഹൈഡ്രജനും കൂടി 4. അപ്പോൾ ഈ കാർബണിൻ്റെ കൂടെ ഒരു ബോണ്ട് ചുറ്റും നോക്കണം. ഈ കാർബണിൻ്റെ കൂടെ ഒരു ബോണ്ടാണുള്ളത്. അപ്പോൾ ടീച്ചർ എപ്പോഴും ഇങ്ങനെ 4 ഇങ്ങനെ വിരലെടുത്ത് വെച്ചിരിക്കും. ആ 4 വിരലെടുത്തിട്ട് പറയും ഒരു ബോണ്ടായി, ഇനി 3 ഹൈഡ്രജൻ. അതുകൊണ്ട് ഉണ്ടോ എന്തിനാണ് ഇപ്പോൾ സ്ഥലം ഇട്ടതെന്ന് മനസ്സിലായോ? അല്പം വരെ ഇങ്ങോട്ട് നീക്കിയിട്ട് ശീലിച്ചാൽ ഹൈഡ്രജൻ എഴുതാൻ സ്ഥലം കിട്ടും. അല്ലാത്ത ഉള്ളവർ കാർബണിൻ്റെ മുകളിൽ എഴുതും, അല്ലെങ്കിൽ കാർബണിൻ്റെ അകത്ത് കയറ്റി എഴുതും. അങ്ങനെയൊക്കെ ആയിരിക്കും. കാർബണിൻ്റെ ഒപ്പം നിൽക്കണം, അല്ലാതെ അകത്തൊന്നും അല്ല നിൽക്കേണ്ടത്. അപ്പോൾ നോക്കിക്കുക, അടുത്ത കാർബൺ നോക്കണം, ചുറ്റും നോക്കണം. ഒരു കാർബണിന് ചുറ്റുമായിട്ടുള്ള ബോണ്ടും ഹൈഡ്രജനും കൂടി എണ്ണിയാൽ 4 എണ്ണം വരണം. അപ്പോൾ ഈ കാർബണിൻ്റെ എണ്ണി ഇപ്പം ബോണ്ട് എണ്ണുമാണ് 1, 2, 3. ചുറ്റും എണ്ണണം, വേറെ ദൂരോട്ടൊന്നും പോയി എണ്ണണം, ചുറ്റും എണ്ണണം. അപ്പോൾ ഈ കാർബണിനെ മാത്രം നോക്കി ചുറ്റും എണ്ണിക്കുക 3. അപ്പോൾ 4ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 3 ബോണ്ട് ഉണ്ടായിരുന്നു, ഒരു ഹൈഡ്രജൻ ചേർത്താൽ മതി. കണ്ടോ? അപ്പോൾ 1ആണോ 2ആണോ എന്ന് പറഞ്ഞ് തപ്പണ്ട. ഈ കാർബൺ നോക്കിക്ക് കൈയെടുത്ത് വെച്ചുകൊണ്ട് ചെയ്യണം. ഈ കാർബണിൻ്റെ ചുറ്റും 2 ബോണ്ടുകളാണുള്ളത്, മൊത്തം 4 വേണം. അപ്പോൾ 2 ബോണ്ട് ഉണ്ടെങ്കിൽ പിന്നെ 2 ഹൈഡ്രജൻ. അങ്ങനെ മാറാതെ ശ്രദ്ധിച്ച് ചെയ്യണം. വളരെ തിരക്ക് പിടിച്ചിട്ട് തെറ്റിപ്പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ചിലരിത് 2 എഴുതും, 3 എഴുതും, അത് ഇങ്ങനെ വെട്ടിയിടും. ഏതാണെന്ന് ടീച്ചറിന് മനസ്സിലാവില്ല, നമുക്കും മനസ്സിലാവില്ല. ഇനി ഈ കാർബണിൻ്റെ ചുറ്റും നോക്ക്, എല്ലാം ഇച്ചിരി മാറി കിടന്നാലും അങ്ങോട്ട് നോക്കിക്കോണം. 1, 2, 3. ആ കാർബണിന് 3ആണ് ബോണ്ടുള്ളത്, 4ആണ് വേണ്ടത്. 3 ബോണ്ടായി, ഒരു ഹൈഡ്രജൻ. അടുത്തത് ഈ കാർബണിനെ നോക്കി ചുറ്റും നോക്കിയപ്പോൾ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ബോണ്ട് കഴിഞ്ഞാൽ 3 ഹൈഡ്രജൻ. ഇത് മാത്രമാണ് തെറ്റാതെ ചെയ്യാനുള്ള വളരെ ചിട്ടയായ മാർഗം. അല്ലാതെ ഏത് ചെയ്താലും നമുക്ക് തെറ്റിപ്പോകുന്നുള്ളത് പിന്നീട് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് ഇപ്പം സമയമുണ്ട്, കൃത്യമായിട്ട് പഠിച്ചോളുക. ഈ പേജ് മുഴുവൻ നമ്മളെ അത് വിശദമായിട്ട് ചെയ്യിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പേര് കണ്ടപ്പോൾ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് മനസ്സിലായി. മെയിൻ ചെയിനേൽ പെൻഡെന്ന് കണ്ടതോടെ 5 ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അതിൽ മെയിൻ ചെയിൻ ഒന്ന് വരയ്ക്കാമോ? അപ്പോൾ നമ്മൾ വരച്ചായിരുന്നല്ലോ അത്. അടുത്തത് അതിൻ്റെ ബ്രാഞ്ച് ഏതൊക്കെയായിരുന്നു? മീഥൈൽ ബ്രാഞ്ചാണ് ഉള്ളത്. എവിടെയൊക്കെയാണ്? 2ലും 3ലും. എന്നിട്ട് അത്
ആ ബ്രാഞ്ച് അതുപോലെ 2-ലും 3-ലും ടീച്ചർ പറഞ്ഞല്ലോ മുകളിലേക്ക് കൊടുത്താലും താഴേക്ക് കൊടുത്താലും കുഴപ്പമില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലായല്ലോ. അതിനുശേഷം ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുത്ത് ശരിയാക്കുന്നു. ഒരു ചോദ്യവും കൂടി ഈ പേജിൻ്റെ ലാസ്റ്റ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. കോമ്പൗണ്ടിൻ്റെ പേര് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. അതും നമുക്ക് നമ്മുടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർ ഇച്ചിരി വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്, കാരണം അതിൻ്റെ സ്റ്റെപ്പുകൾ നല്ലവണ്ണം മനസ്സിലേക്ക് കയറണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ലോങ് ചെയിൻ, ആദ്യം കാർബൺ ചെയിൻ ഉണ്ടാക്കണം, അതിനുശേഷം ബ്രാഞ്ച് അറ്റാച്ച് ചെയ്യണം, പിന്നെ ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്യണം. ഇത് തന്നെ കൃത്യമായിട്ട് വേറെ ഒരു മാർഗവുമില്ല, നമുക്ക് അതിനുവേണ്ടി ചെയ്തു തുടങ്ങണം. ഹെപ്റ്റെയിൻ എന്ന് കണ്ടോടെ 7നെ സൂചിപ്പിക്കുന്നു. ലോങ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കേണ്ടത് ഈ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ്. ഹെപ്റ്റെയിൻ 1, 2, 3, 4, 5, 6, 7. ഇനി എല്ലാത്തിലും ANE കൊടുത്തുകൊണ്ട് സിംഗിൾ ബോണ്ട്. അതും ടീച്ചർ പറഞ്ഞു ആ സിംഗിൾ ബോണ്ടുകൾ ഈ ഫ്രണ്ടിൽ വരുന്നതിൻ്റെ തൊട്ട് ബാക്കിലൊന്ന് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമുക്കിവിടെ ഹൈഡ്രജൻ എഴുതാൻ സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലായി. 2,4 ഈ പൊസിഷനുകളിലാണ് അതിൻ്റെ ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ അറ്റാച്ച് ബ്രാഞ്ചാണ്. അപ്പോൾ 2-ൽ നമ്മളൊരു മീഥയിൽ, അപ്പോഴും ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് മുകളിലേക്കോ താഴേക്കോ ഒക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടാൽ നമ്മൾ വിഷമിക്കേണ്ട. അത് ഇനി നമുക്ക് മുകളിലേക്ക്, എന്നാൽ ടീച്ചർ ഒരു ചേഞ്ചിന് മുകളിലേക്ക് കൊടുക്കാം. അപ്പോൾ അതായാലും 4-ലായിരുന്നു കൊടുക്കേണ്ടത്, കണ്ടോ തെറ്റിപ്പോയി. 1, 2, 3, 4 4-ൽ മുകളിലേക്ക് ഒരു CH3 കൊടുത്തു, താഴേക്കും കൊടുക്കാമായിരുന്നു കേട്ടോ. ഇനി അതിനടുത്തതായിട്ട് ചെയ്യേണ്ടത് ആഡ് ഹൈഡ്രജൻ ആറ്റം. ഇങ്ങനെ ഒരു സ്കെലിറ്റൻ പോലെ, ഒരു അസ്ഥികൂടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാകത്തിന് ഹൈഡ്രജൻ ചേർക്കണം. അപ്പോൾ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ചുറ്റും അല്പം അകന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ചുറ്റും നോക്കണം. ഒന്നിനെ മാത്രം നോക്കുമ്പോൾ ഒരു ബോണ്ടാണുള്ളത്. എല്ലാം കൂടി 4 വേണം. ബോണ്ടും ഹൈഡ്രജനും കൂടി 4, 1, 3, 4. അതിന് കൈവിരൽ എടുത്ത് വെച്ച് മാറാതെ ചെയ്യണം. 1 നമ്മൾ എടുത്ത് ഒരു ബോണ്ട് എടുത്തു, പിന്നെ 3 ഹൈഡ്രജൻ ആറ്റം. ഇനി ഇവിടെ നോക്കിയാൽ ഈ കാർബൺ ആറ്റമാണ് ശ്രദ്ധിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ ചുറ്റും നോക്കണം. അത് പതുക്കെ നോക്കുകയും ചെയ്യണം. 1, 2, 3 ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആറ്റം 3, 1, 4. ഇനി 2 ബോണ്ടാണുള്ളത്, അതിൻ്റെ കൂടെ വീണ്ടും 2, 2, 4 ആ 2 ഹൈഡ്രജൻ. ഇവിടെ വീണ്ടും നമുക്ക് ഈ ഒരു കാർബണിനെ വളരെ സമാധാനത്തിൽ നോക്കണം. ഒരു അശ്രദ്ധമായ വെട്ടേണ്ടതും തിരുത്തേണ്ടതും വരും. നോക്കിക്കേ, ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും 1, 2 അല്പം മാറി 3 ബോണ്ടുണ്ട്. അപ്പോൾ 3 ബോണ്ട് ഉണ്ടെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റമാണ് ചേർക്കേണ്ടത്. അടുത്തതായിട്ട് ഈ കാർബൺ ആറ്റത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 ബോണ്ടാണുള്ളത്. അപ്പോൾ 2 ബോണ്ട് എടുത്തത് കൊണ്ട് 2 ഹൈഡ്രജൻ ആറ്റം, കാരണം ബോണ്ടും ഹൈഡ്രജനും കൂടി 4 നമുക്ക് വേണ്ടത്. പിന്നെ എഴുതി കഴിഞ്ഞ് നോക്കി നമുക്ക് ഒന്നും മനസ്സിലാകുകയില്ല, അതുകൊണ്ട് ഇത് പഠിച്ച് ചെയ്യണം. ഈ കാർബൺ ആറ്റത്തിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ടാണുള്ളത്. അപ്പോൾ 2 ബോണ്ട് മാറ്റിക്കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ ഒരു ബോണ്ട്, ഹൈഡ്രജൻ ആറ്റം അപ്പോൾ 3, കാരണം 3ഉം 1ഉം 4. പിന്നെ എണ്ണാൻ നോക്കി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൺഫ്യൂഷൻ ആവും. നമ്മുടെ കോമ്പൗണ്ട് വളരെ കൃത്യമായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത പേജിൽ കുറച്ച് പരീക്ഷാ ചോദ്യങ്ങൾ അടുങ്ങിക്കിടപ്പുണ്ട്, അതും കൂടെ ചെയ്ത് ഈ വീഡിയോ ക്ലാസ് തീർക്കുകയാണ്. അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പേജ് 14 അതിലൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് നെയിം എഴുതാനും അതുപോലെ നെയിം തന്നിട്ട് കോമ്പൗണ്ട് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 ക്വസ്റ്റ്യനും നെയിം എഴുതാൻ 2 ക്വസ്റ്റ്യനും. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ നിയമം നമുക്ക് പച്ചവെള്ളം പോലെ ആകണം. ഇപ്പോഴേക്കും ലോങ് ചെയിൻ കണ്ടുപിടിച്ച് നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ 1, 2, 3, 4 എന്നാണ് ഈ സൈഡിൽ നിന്ന് കൊടുത്താൽ, മാത്രമല്ല ഇങ്ങോട്ട് ചേർന്ന്, അതുകൊണ്ട് ഇതാണ് ശരി എങ്കിലും ഒന്ന് നോക്കിയേക്കാം. 1, 2, 3 എന്ന് കൊടുത്തിട്ട് 4, 5 വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ആദ്യത്തെ രീതി തന്നെയാണ് ശരി. രണ്ടാമത്തെ സ്റ്റെപ്പായ നമ്പറിങ് ചെയ്തു. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പറിങ് ചെയ്തു. നമ്പർ ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴും നിയമമുണ്ട്. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് എഴുതി
അത് 2,4 എന്നെഴുതി ഹൈഫൻ വരയിട്ട് 2 ഉണ്ടെങ്കിൽ നമ്മൾ ഡൈ മീഥൈൽ എന്നെഴുതി വേഡ് റൂട്ടായ ഹെക്സ് എഴുതി ANE. അടുത്തായിട്ട് ഇത് പേര് തന്നു, സ്ട്രക്ചർ എഴുതണം. അപ്പോഴും നമുക്ക് നിയമങ്ങളുണ്ട്. നമ്മളൊരു സ്കെലിറ്റൻ എഴുതണം. അതിനൊരു 5 എണ്ണമാണുള്ളത്. നല്ല ഭംഗിയായിട്ട് 5 എണ്ണം എഴുതണം. അതിന് സിംഗിൾ ബോണ്ട് കൊടുക്കണം. അതിൽ 2ൽ 2 എണ്ണം, 3ൽ 1 എണ്ണം. ഇപ്പോൾ 2ൽ 2 എണ്ണം കൊടുക്കാൻ നമുക്കൊരു മാർഗം. മീഥൈൽ ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. ട്രൈ മീഥൈൽ. 2ൽ 2 എണ്ണം കൊടുക്കണമെങ്കിൽ മേലേക്കും താഴേക്കും കൊടുക്കണം. 3ൽ 1 എണ്ണമാണ് കൊടുക്കേണ്ടത്. ഇനി കറക്റ്റ് ഹൈഡ്രജൻ ആറ്റം കൊടുക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പോടുകൂടി ഫുൾ മാർക്ക് കിട്ടും. ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ ഒരു ബോണ്ടാണ് ചുറ്റും നോക്കിയിട്ടുള്ളത്. 1, 3, 4 എന്നതിൻ്റെ പേരിൽ. അപ്പം 4 ആകാനുള്ള പട്ടിക ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ഈ കാർബൺ ആറ്റത്തെ സൂക്ഷിച്ചു നോക്കുക. ചുറ്റും 1, 2, 3, 4 എല്ലായിടത്തും നോക്കണം. സമയം എടുത്ത് നോക്കണം. അതിന് 4 ബോണ്ടും ഉണ്ട്. ഇനി ഒന്നും ചേർക്കണ്ട. ഇവിടെ ഈ കാർബണെ നോക്കുക. ആ കാർബൺ അപ്പുറത്തും ഇപ്പുറത്ത് 2 എണ്ണേ ഉള്ളൂ. 2, 2 4. ഈ കാർബണും അപ്പുറത്തും ഇപ്പുറത്തും 2, 2ഉം 2ഉമാണ് 4. അടുത്തത് 1 ഇവിടെ വരാം ബോണ്ട്. അതുകൊണ്ട് 3 ഹൈഡ്രജൻ ചേർക്കണം. അടുത്തതൊരു സ്പെഷ്യൽ കോമ്പൗണ്ടാണ്. ശ്രദ്ധിച്ച് ചെയ്ത് പഠിച്ചോണം. അതിനകത്ത് ഹെക്സൈൻ എന്ന് പറയുന്ന ഇതാണ് പേര്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പുകൾക്ക് അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ എഴുതാനായിട്ട് ഇത്തിരി സ്ഥലം കുറവാണ്. അത് സ്പെഷ്യൽ ആയതുകൊണ്ട് കണ്ടോ, ഡൈ ഈഥയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രാഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൈ ഈഥയിൽ എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട് ടീച്ചർ പ്രത്യേകമായിട്ട് ഒരു പേപ്പറിൽ എഴുതി കാണിക്കുകയാണ്. വലിപ്പത്തിൽ നിങ്ങൾ കണ്ട് പഠിക്കുക. നമ്മുടെ നിയമവും അടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. ഒന്നാമത് ചെയ്യേണ്ടത് ലോങ് കാർബൺ ചെയിൻ. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഹെക്സ് എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ വളരെ സ്പീഡിൽ തെറ്റാതെ 6 കാർബൺ ആറ്റം. അതിനുശേഷം അതിൻ്റെ സിംഗിൾ ബോണ്ട് നമ്മൾ ഇടുന്നു. അതിനുശേഷം 3ൽ തന്നെ 2 ഈഥൈൽ ഗ്രൂപ്പ്. ടീച്ചർ എഴുതിയപ്പോൾ ഒരു മാറിപ്പോയി. 2 ഈഥൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 1, 2, 3 ഈഥൈൽ എന്ന് പറഞ്ഞാൽ CH2CH3 മാറാതെ വേണം. ഈഥൈൽ 2 കാർബൺ ഉള്ള ബ്രാഞ്ച്. മുകളിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടി സ്ഥലമൊക്കെ ഉള്ളത് നല്ലതായിരുന്നു. കണ്ടോ, 2 ഇടത്തോട്ടും കൊടുത്തു. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആവശ്യത്തിന് ഹൈഡ്രജൻ. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ബോണ്ടേ ഉള്ളൂ, 1ഉം 3ഉം. ഈ കാർബൺ ആറ്റത്തിൽ 2 ബോണ്ടുണ്ട്. 4 ആകാൻ 2 ഹൈഡ്രജൻ കൂടി. ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും നോക്കിയപ്പോൾ 1, 2, 3, 4 ബോണ്ട് ഇതിനുണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ വേണ്ട. ഈ കാർബൺ ആറ്റത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട് കൃത്യം ചുറ്റും നോക്കണം. 2 ഹൈഡ്രജൻ കൂടി. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട്, 2 ഹൈഡ്രജൻ കൂടി. ഇതിൻ്റെ ഈ വശത്ത് ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ, 3 ഹൈഡ്രജൻ കൂടി. നല്ല ഭംഗിയായിട്ട് ഡൈ ഈഥയിൽ നിന്ന് കൊടുത്തപ്പോഴും കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതി. ഇത് നമുക്ക് ഈഥയിൽ നിന്ന് കണ്ടതുകൊണ്ട് 2 പ്രാവശ്യം ഇത് ടീച്ചർ എഴുതിയേക്കുന്നത് മാറ്റി വെച്ചിട്ട് നോക്കാതെ നിങ്ങളൊന്ന് എഴുതി നോക്കണം. എൻ്റെ പ്രിയ കുട്ടികൾക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തത് വന്നത്. അതുകൊണ്ട് ആരും അത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മുടെ നിയമം ഒന്നും നമ്മൾ തെറ്റിക്കുന്നില്ല. ഒന്നാമത് ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. പേരെഴുതാൻ നോക്കിയപ്പോൾ ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പോൾ നോക്കി 1, 2, 3, 4 ഉള്ളൂ ലോങ് ചെയിനിൽ. ലോങ് ചെയിനിൽ പരമാവധി വരണം, തുടർച്ചയായിരിക്കണം. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഒരു ചെയിനാണ് ഞാൻ നോക്കിയെടുക്കുന്നത്. 1, 2, 3, 4, 5 കാർബൺ. ആദ്യം എണ്ണി ഓർക്കണം, 4 ഉള്ളൂ. നമ്മളിങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടാൽ നമ്മൾ വളരെ ഒന്ന് അകത്തിയൊക്കെ ഒന്ന് നോക്കണം. വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. ആ ചെയിനെ എങ്ങനെ ഇടണം. നേരെ ഇട്ടാൽ 4, അല്പം വളച്ച് ചെയിൻ ഇട്ടാൽ 2 ലോക്കറ്റുള്ള ഇങ്ങനെ ഒരു ചെയിൻ കിട്ടും. അപ്പോൾ ഈ ലോങ് ചെയിൻ എന്നുള്ളത് കറക്റ്റായിരിക്കണം കണ്ടുപിടിക്കുന്നത്. എല്ലാം തന്നെ നേരെയൊക്കെ തരിക. വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെയൊന്നും തരും. അത് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എന്നിട്ട് നോക്കുക, ഇതാണ് ബ്രാഞ്ച് പിടിച്ചിരിക്കുന്ന കാർബൺ ആറ്റം. അതിന് 1, 2, 3 എന്ന് 4, 5 ഇങ്ങനെ കൊടുത്താലും 3ആണ്. ഈ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്തൊന്ന് കൊടുത്തു തുടങ്ങുക നമ്പരിങ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്പരിങ്.
ഇവിടുന്ന് കൊടുത്തപ്പോൾ 1, 2, 3 അങ്ങനെ കൊടുത്തപ്പോൾ 3. അപ്പോൾ എവിടെ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ എപ്പോഴും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതല്ലേ നമുക്കൊരിഷ്ടം. അതുകൊണ്ട് നമ്മൾ പുറകിൽ നിന്നായാലും കൊടുക്കുമോ? അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാം കേട്ടോ. 5 കൊടുത്തു. ഇനി നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 3ൽ 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ 3,3 അപ്പോൾ 2 മീഥൈൽ എന്നുള്ളതിന് ഡൈമീഥൈൽ. അടുത്തത് വേഡ് റൂട്ട് പെൻ്റാണ്, 5 കാർബൺ ആറ്റം. ടീച്ചർ താഴേക്ക് എഴുതുന്നേ ഉള്ളൂ, സ്ഥലക്കുറവ് കാരണം. നിങ്ങൾ നേരെ എഴുതിക്കോളുക, പെൻറ്റെയിൻ. അവസാനമായിട്ട് ഒരു അടിപൊളി പരീക്ഷാ ചോദ്യം തന്നുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അടുത്ത ദിവസം മറ്റ് രീതിയിലുള്ള നെയിമിങ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വലിയ ചാപ്റ്ററാണ്. തിരക്ക് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു മാർക്കും കിട്ടില്ല. സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടീച്ചർ പരമാവധി എളുപ്പപ്പണികളെല്ലാം പറഞ്ഞു തന്ന് ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്നുണ്ട്. ഫിസിക്സ് പഠിപ്പിക്കുന്നത് മറ്റൊരു ചാനലാണ്, ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ടീച്ചറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയണം. എന്നിട്ട് ഇത് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ എഴുതിയിടുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ടീച്ചറിനെ അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. നമുക്ക് പരീക്ഷാ ചോദ്യം നോക്കാം. അത് നിങ്ങളുടെ ലെറ്റസസിൽ കിടക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ്. വളരെ പ്രതീക്ഷിക്കുന്ന പാറ്റേണിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ചെയിൻ ഇങ്ങനെ തന്നിരിക്കുകയാണ്. 4 ചോദ്യങ്ങൾ. 1, അതിൻ്റെ കംപ്ലീറ്റ് ഹൈഡ്രജൻ ആറ്റം ഒന്ന് കൊടുക്കണം. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ അത് കൊടുക്കാൻ നന്നായിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതിനാണ് ടീച്ചറെ കയ്യേൽ എണ്ണിയൊക്കെ പഠിപ്പിച്ചത്. ഒരു കാർബണയിൽ ഒരു ബോണ്ട് 1, 3, 4 4ൻ്റെ പട്ടിക എഴുതാണ്ട് അവിടെ നടുക്കിട്ട് വെച്ച് നമുക്ക് എഴുതാൻ പാടല്ലേ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് 2 ഉള്ളൂ. അതുകൊണ്ട് 2 ആണ് 4. ഇവിടെ 3 ബോണ്ടുണ്ട്, 3, 1, 4. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ബോണ്ടേ ഉള്ളൂ, 1, 3 ഹൈഡ്രജനോടെ ഇട്ടാൽ 4. ഈ കാർബൺ ആറ്റത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ടുകൾ, അതുകൊണ്ട് 2 ഹൈഡ്രജൻ. ഇടേണ്ട രീതിയൊക്കെ മനസ്സിലായല്ലോ. ഈ കാർബൺ ആറ്റത്തിൽ ഇവിടെ ഒരു ബോണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോണ്ടായതുകൊണ്ട് 3 ഹൈഡ്രജൻ. അപ്പോൾ ആദ്യത്തെ മാർക്ക് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കാണ് മോളിക്കുലാർ ഫോർമുല. വീണ്ടും പഠിക്കുക. ചോദ്യം എന്നാ നമുക്ക് പിടികിട്ടും. മോളിക്കുലാർ ഫോർമുല ചോദിച്ചാൽ കാർബണിൻ്റെ എണ്ണം കൃത്യമായിട്ട് എണ്ണി എഴുതുക, ഹൈഡ്രജൻ്റെ എണ്ണം കൃത്യമായിട്ട്. അത് മറ്റുള്ളവരുടെ ഒന്നും നോക്കണ്ടില്ല, നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കണം. മോളിക്കുലാർ ഫോർമുലയാണെങ്കിൽ കാർബണിൻ്റെ എണ്ണം 1, 2, 3, 4, 5, 6 എന്നിട്ട് സി എഴുതിയിട്ട് 6 ചെറുതായിട്ട് താഴെ. ഹൈഡ്രജനും കൃത്യമായിട്ട് എണ്ണിക്കൂട്ടി 2-3 പ്രാവശ്യം നോക്കിക്കോണം. നമ്മൾ വിശ്വസിക്കണം. 3, 2, 5, 5, 1, 6, 6, 3, 9, 9, 2, 11, 3, 14. അപ്പോൾ H14. ആ എണ്ണി ആർക്കാ പാടുണ്ടായത്? ഇനി ഇതിൻ്റെ പേര് കൊടുക്കാനായിട്ടും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ് ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്കും കണ്ടുപിടിക്കണം. ലോങ് ചെയിൻ ഞാൻ നോക്കിയപ്പം 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ നീളമുള്ളൊരു ലോങ് ചെയിനും അല്പം വലിപ്പമുള്ള 2 കാർബൺ ആറ്റമുള്ള ഈതയിൽ എന്ന് പറയുന്ന ETH എത്തൈൽ എന്ന് പറയുന്ന ബ്രാഞ്ചും ഉണ്ട്. ഈതയിൽന്നോ എത്തയിൽന്നോ നിങ്ങൾ പറഞ്ഞോ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബ്രാഞ്ചും ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറഞ്ഞു, ഇനി വളഞ്ഞൊക്കെ നോക്കിയാലും 1, 2, 3, 4 എങ്ങനെ നോക്കിയാലും ലോങ് ചെയിനയിൽ എങ്ങനെയെല്ലാം വളഞ്ഞ് ഇങ്ങോട്ട് നോക്കാൻ നമുക്ക് കണ്ടോ. അങ്ങനെ നോക്കാനുള്ള കഴിവ് വേണം. 1, 2, 3, 4, 5 കണ്ടോ. മറ്റൊരു രീതിയിൽ ബ്രാഞ്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ചെയിനും അത്തേലൊരു ബ്രാഞ്ചും. അതുകൊണ്ട് നമ്മൾ അതാണ് മെയിൻ ചെയിനായിട്ട് എടുക്കുന്നത്. എവിടുന്ന് കൃത്യം നടുക്കത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച്. ഇവിടുന്ന് നമ്പർ കൊടുത്താലും ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുത്താലും ഒരേ സ്ഥലത്തെ എത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1, 2, 3, 4, 5. ഇനി നമുക്ക് പേര് കൊടുക്കാം. ഈ 3-ലൊരു അപ്പോൾ അതിൻ്റെ പേര് കൊടുക്കുകയാണ്. 3, 3 ഇട്ടിട്ട് ഹൈഫൻ ഇട്ടു. ഇതാണ് നമ്മുടെ ബ്രാഞ്ച് 3-മീഥൈൽ. 5 ആണ് അതിൻ്റെ വേഡ് റൂട്ട്. അത് പെൻറ്റ എന്നാണ്, പെൻറ്റെയിൻ. ഒരു ചോദ്യം നിങ്ങൾക്ക്
ടീച്ചറിന് കമൻ്റായിട്ട് ഇടാൻ, ഒന്നും തെറ്റുന്നില്ല എന്ന് ഉറപ്പിക്കുക. ഇത് 4 മാർക്കാണ് നമ്മുടേത്. ഇങ്ങനെയാണ് ചോദ്യം, ഇങ്ങനെ ഒരു ചെയിൻ തരും, ABCD എന്ന് 4 ചോദ്യവും. അപ്പോൾ ഈ 3ാമത്തെ ചോദ്യം കമൻറ്റിൽ ഇടണം. അതിനകത്ത് ഹൗ മെനി കാർബൺ ആറ്റംസ് ഇൻ ദി മെയിൻ ചെയിൻ, ഇത് നിങ്ങൾ കമൻറ്റിൽ ഇടണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.